വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലം ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മഴയൊക്കെ കഴിഞ്ഞില്ലേ, അപ്പം നമുക്കൊന്ന് ഒരു ട്രിപ്പ് അടിച്ചാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിനാണ്. ഇന്ന് ഓഗസ്റ്റ് 22. സോ ഓണത്തിന് ഇനി 2 ആഴ്ചയേ ഉള്ളൂ. അതിനു മുമ്പ് വല്ല ട്രിപ്പും അടിച്ചിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. സോ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതുകൊണ്ട് മെല്ലെ ഒന്ന് ബാഗും പാക്കിയിട്ട് ഇറങ്ങുകയാണ്. സോ ഞാൻ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഐ വിൽ ഗിവ് 2 seconds. ഭയങ്കര സ്പെഷ്യലാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. മൂന്നാർ. ഐ നോ യു ആർ സർപ്രൈസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കാരണം കേരളത്തിലുള്ള എല്ലാ വ്ളോഗേഴ്സും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാർ വെച്ചിട്ടാണ് തോന്നാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ മോട്ടോ വ്ളോഗേഴ്സ്. ഞാൻ മൂന്നാറൊക്കെ പോയിട്ട് ഒരുപാട് കാലമായിട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് മൂന്നാർ പോയത് 2022. സോ ഇപ്പം 3 വർഷം ആവാറായി. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരുപാട് വട്ടം ഇടുക്കി പോയിട്ടുണ്ട്, തൊടുപുഴ പോയിട്ടുണ്ട്. സോ നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന റോഡ് പൊള്ളാച്ചി ഉടുമൽപേട്ട ആ റോഡാണ്. ഈ റോഡ് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. കുറേ പേര് ഷവലെടുത്തിട്ട് അങ്ങനെ കോരി എടുക്കുന്നത് കാണാൻ പറ്റും. ആ റോഡ് പോകുന്നതിനെക്കാട്ടും നല്ലത് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ബെറ്റർ. റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓഫ് റോഡിങ്ങാണ്. പിന്നെ എന്തിനത്രയും കാശൊക്കെ മുടക്കിയിട്ട് വണ്ടി വാങ്ങിച്ചിരിക്കുന്നില്ലേ. സോ ADs ഉള്ളവരൊന്നും ആരുടെയും കാശ് ഇങ്ങനെ പാഴായി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ നടുവോടിയാറുണ്ട്. എനിക്ക് തോന്നുന്നു തത്തമംഗലം നന്ദിയോട് ആ റൂട്ടിലേക്ക് ആണ് മാപ്പ് കാണിക്കുന്നത്. ലെറ്റ്സ് സീ. സോ ദിസ് ഈസ് മൈ ന്യൂ അഡീഷൻ. അപ്പോൾ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു പൗച്ച് വേണമെന്ന് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് വാട്ടർ പ്രൂഫല്ല, വയറ്ററുടെ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു 2 ദിവസം മുമ്പ് ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അറൗണ്ട് 1000 rupees വരും. എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫിന് 2000 രൂപ അറൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ മൈക്ക് പ്ലേസ്മെൻറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി കറക്റ്റായിട്ട് തന്നെ ഓഡിയോ കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് എൻ്റെ വീടൊരു ഇൻട്രസ്റ്റിംഗ് ലൊക്കേഷനിലാണ്. ഇൻട്രസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പാലക്കാടുകാർക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇനി എൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാർ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് അങ്കമാലി വഴി മൂന്നാർ പോകണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 200 kilometers ആണ്. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് 205 ആണെന്നാണ് തോന്നുന്നത്. നമുക്കിനി ഈ വഴിയാണെങ്കിൽ 157. പിന്നെ മൂന്നാർ വേണ്ട, നമുക്ക് വയനാടാണ് പോകണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 183 kilometers സംതിങ് ആണ്. ഇനി മൂന്നാറും വയനാടൊന്നും വേണ്ട, നമുക്കിനി തമിഴ്നാട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഊട്ടി പ്ലാൻ ചെയ്യണമെങ്കിൽ അറൗണ്ട് 143 kilometers ആണ്. പിന്നെ കൊടൈക്കനാൽ പോകണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 172 kilometers ആണ്. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് പാലക്കാട് തന്നെ കറങ്ങാമെന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതിയുണ്ട്, വാഴപ്പാറയുണ്ട്, അട്ടപ്പാടിയുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങളൊരു ബീച്ച് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ സ്നേഹതീരം ബീച്ചുണ്ട്, ചാവക്കാട് ബീച്ചുണ്ട്. അതൊന്നും പോരാതെ കൊച്ചി പോയി കഴിഞ്ഞാൽ കൊച്ചി വേണമെങ്കിൽ ബീച്ചും കറങ്ങാം, അവിടെ പോയി ബാക്ക് വാട്ടേഴ്സ് ട്രൈ ചെയ്യാം. ആലപ്പുഴയുണ്ട്, കോഴിക്കോടുണ്ട്. സോ അൺലിമിറ്റഡ് ഓപ്ഷൻസാണ് പാലക്കാടുകാർക്ക്. ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വീക്കെൻഡ് ട്രിപ്പൊക്കെ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് പോവാം. ഇന്ത്യൻ ഓയിൽ. ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ സമയമായിട്ടില്ല, ക്ഷീണിക്കുമ്പോൾ കുടിക്കാം. അങ്ങനെ കഴിഞ്ഞു. നമുക്ക് മാപ്പ് ആദ്യം സെറ്റ് ചെയ്യണം. സോ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായി. ആദ്യമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ വട ചോദിച്ചിട്ട് അവർ തരാതിരിക്കും. അവരുടെ ഇല്ല. മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ വട തരുന്നതാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇനി പെട്രോൾ അടിക്കണം. നയാര കാണിക്കുന്നുണ്ട്. ഇല്ലേ, ഉണ്ടല്ലോ. നയാര കുറച്ചൊന്ന് സഹായിക്കാം. അമേരിക്കക്കാർ പണി കൊടുത്തതല്ലേ യൂറോപ്യൻ യൂണിയനും. ഞങ്ങൾ ഒരു 5-6 പേരും കൂടി 2018 ടൈമിൽ ഞങ്ങളൊരു ഓണത്തിൻ്റെ ടൈമിലാണ് മൂന്നാർ പോകാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തത്. സൂം കാർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് കോയമ്പത്തൂർ. അപ്പോൾ ഞങ്ങൾ സൂം കാർ നോക്കിയപ്പോൾ ഒരു സ്കോർപ്പിയോ അവൈലബിൾ ആണ്. ഞങ്ങൾ നേരെ പോയി സ്കോർപ്പിയോ ഒക്കെ എടുത്ത് വന്നിട്ട് എല്ലാവരും കൂടി മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അത് ഇതേ വഴിയാണ്. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്, അത്രയ്ക്ക് വലിയ സ്പീഡൊന്നും എടുത്തിട്ടല്ല പോകുന്നത്. നോക്കിയാൽ അതിൽ കൂടെ മലയൊക്കെ കാണാൻ തുടങ്ങുന്നുണ്ട്.
So we are going close to Munnar. ചെറിയൊരു ഇഷ്യൂ സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DJ മൈക്കില്ലേ, വയർലെസ് മൈക്ക്, അത് പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആയി. പിന്നെ റീകണക്ട് ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും. നമ്മളെ ടൈഗർ റിസർവിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു 10 മിനിറ്റ് വേസ്റ്റായി. ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, ഇടയ്ക്ക് ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടാറുണ്ട്. ടൈഗർ എന്ന് പറഞ്ഞ് പുലി വല്ലതും കാണുമോ? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. സാധാരണ ഈ ഡാഡി ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ എനിക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അനുമൽ ഇഷ്യൂസ്. കുറച്ച് കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. ഒരു പ്രശ്നമില്ലാതെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെയും ബൈക്കിൻ്റെയും പുറത്തുനിന്ന് കുറേ ഗ്യാങ് ഓഫ് പട്ടികൾ കയറി വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബമ്പർ കവർ എല്ലാം കടിച്ചു പൊട്ടിച്ചു. വൻ ദുരന്തമായിരുന്നു. ഇതിന് മുമ്പ് എൻ്റെ കാറിന് കോയമ്പത്തൂർ LNT റോഡിൽ ഒരു ടോൾ എത്താവുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ലോക്ക് ചെയ്താ. എവിടെ നിന്നാണെന്നറിയില്ല, ഒരു പട്ടി കുറുകെ ചാടി വണ്ടിയുടെ ബമ്പറിലിടിച്ച് ബമ്പറിൻ്റെ അടിഭാഗം മൊത്തം പൊട്ടി. വീണ്ടും ബമ്പർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. വീട്ടിൽ കുറേ കുരുവികളുണ്ട്, കുറേ കാലമായിട്ട് വീട്ടിൽ വരുന്നതാണ്. ഒരു ഗ്യാങ് ഓഫ് കുരുവികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാറിൻ്റെയും ബൈക്കിൻ്റെയും എല്ലാം കണ്ണാടിയിൽ വന്ന് കുത്തിയിട്ട് പോകും. എന്തിനാണെന്ന് അറിയുന്നില്ല. ഓരോ പ്രത്യേകതരം വിനോദമാണ് ഈ അനിമൽസിനൊക്കെ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കാഷ്ടിച്ചിട്ട് പണ്ടാരടക്കും. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ആൾക്കാർ കൂടി. ഞാൻ വെറുതെ നിന്നതാ, ഫുൾ ആൾക്കാരെ. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് ദൂരം ആയിട്ടുള്ളൂ, വലിയ ദൂരമൊന്നും ആയിട്ടില്ല. നല്ലൊരു വെയിൽ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് മെല്ലെ നീങ്ങാം. 10:30 നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ചൂടുണ്ടാവും, ഇത്രയും ചൂടുണ്ടാവുമെന്ന്. രാവിലെ ഒരുപാട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ പിന്നെ മെല്ലെ നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ. ഒരു ചെറിയൊരു ടീ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ കാന്തല്ലൂരൊക്കെ കഴിഞ്ഞ് ഒരു KSRTCൻ്റെ പുറകെ പെട്ടു. പിന്നെ കുറേ നേരം എടുത്തിട്ടാണ് ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട്. ഗ്രേറ്റ്. ഒരു ഫോട്ടോ എടുത്താലോ എന്നിങ്ങനെ കുറേ നേരമായി ആയിരിക്കുന്നു. എന്തായാലും എടുക്കാം. ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ, അങ്ങനെ വലിയൊരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. ഒന്നാമത്തത് ഞാൻ ഈ റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഒന്ന് ചൂടാവും. നൗ ഇറ്റ് ഈസ് ബെറ്റർ. എക്സോട്ടിക് വേറൊന്നും ഇതിനെ പറയാനില്ല. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വല്ല ഫോറിനേഴ്സിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ദിസ് ഈസ് എക്സോട്ടിക്. ആ ഷെയ്പ്പ് കണ്ടില്ലേ? അറ്റ് ദ മൊമെൻറ്റ് Cap Road is one of the most scenic and most beautiful well-paved road in India. ഇവിടെ വന്നവരോടത്ത് ചോദിച്ചാൽ മതി ആൻഡ് ദ ആൻസർ വിൽ ബി ദ സെയിം. അങ്ങനെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ 10 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ്.
നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡേ ഡബിൾ ഡെക്കർ കൊള്ളാലോ.